സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ഓൺലൈൻ ലേണിംഗ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 5 സോഷ്യൽ സയൻസ് ലെസൺ 11 അവർ ഇന്ത്യയിലെ പാർട്ട് 1 ആയിട്ടാണ്. ഇതിൽ ഈ ഒരു ഇന്നെടുക്കുന്ന ഭാഗത്തിൻ്റെ നോട്ട്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു 8 ക്വസ്റ്റ്യൻ ആൻസേഴ്സുകളാണ് ഇന്നെടുക്കുന്ന ഭാഗത്തിൽ പാർട്ട് 1 പെടുന്നത്. അപ്പോൾ അവിടെ വരെ ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇത് നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ഈ ക്ലാസ്സിൻ്റെ ലാസ്റ്റത്തെ ലെസനാണ് അവർ ഇന്ത്യ. അതിൻ്റെ പാർട്ട് 1 ആണ്. ഇതിൻ്റെ നോട്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്ത മറ്റ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ ഈ ഒരു പുതിയ ലെസണിലേക്ക് പോവാം. ഓക്കെ, നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ. റീകോൾ യുവർ പ്ലെഡ്ജ് ഇൻ ദ സ്കൂൾ അസംബ്ലി. ഇറ്റ് ബിഗിൻസ് ആസ് ഫോളോ. ഈ ലെസൺ തുടങ്ങുന്നത് നമ്മുടെ സ്കൂളിൽ നമ്മളൊരു പ്ലെഡ്ജ് ചെല്ലാറുണ്ട് അല്ലേ? ആ പ്ലെഡ്ജിൻ്റെ ഒരു തുടക്ക ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ഈസ് മൈ കൺട്രി. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് and sisters. I love my country and I am proud of its rich and varied heritage. എന്താണ് പറയുന്നത്? ഇന്ത്യ എൻ്റെ രാജ്യമാണ് അല്ലേ? നമ്മുടെ കൺട്രി ഏതാണ്? ഇന്ത്യ. എല്ലാ ഇന്ത്യൻസും എൻ്റെ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. അതിൻ്റെ വൈവിധ്യപൂർണമായ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഡൈവേഴ്സിറ്റി വളരെ വ്യത്യസ്തമാണ്. അത് ലാംഗ്വേജിലാവട്ടെ ട്രഡീഷനിലാവട്ടെ എല്ലാത്തിലും ഇന്ത്യ ഭയങ്കര യുണീക്കാണ്. മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ എല്ലാ രാജ്യങ്ങളെക്കാട്ടും യുണീക്കാണ്. അപ്പം ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു. ഞാനൊരു ഇന്ത്യൻ ആയതിലും അഭിമാനം കൊള്ളുന്നു എന്ന് നമ്മൾ ആ പ്ലെഡ്ജിൽ പറയുന്നുണ്ട്. ഓക്കെ. ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി ഏതിലൊക്കെയാണ്? ലാംഗ്വേജിൽ, ട്രഡീഷനിൽ, ഫിസിയോഗ്രാഫിയിൽ, ക്ലൈമറ്റിൽ, വെജിറ്റേഷനിൽ, ലൈഫ് സ്റ്റൈലിൽ, ലാംഗ്വേജിൽ, കൾച്ചറിൽ, റിലീജിയൻ, കാസ്റ്റ്, ക്ലോത്ത്സ്, ഫുഡ്, ഫെസ്റ്റിവൽസ്, ലൈഫ് സ്റ്റൈൽ, ഇൻഹാബിറ്റേറ്റ് എക്സെട്ര. അതുപോലെ നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജിലൊക്കെ കുറേ വ്യത്യാസമുണ്ടല്ലോ. നമ്മൾ ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ കേരളത്തിൽ സംസാരിക്കുന്ന ഭാഷയാണോ ഇപ്പോൾ തമിഴ്നാട്ടിൽ സംസാരിക്കുന്നത്? അല്ല. അപ്പോൾ മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ നമ്മുടെ പോലെ കുറേ ഭാഷകളില്ല. നമ്മുടെ അത്ര ഡൈവേഴ്സിറ്റി അവർക്കില്ല. ഇത് തന്നെയാണ് മറ്റ് രാജ്യങ്ങളിലും ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ എപ്പോഴും യുണീക്കായിട്ട് ഡിഫറെൻ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇന്ത്യൻ ആയതിൽ നമുക്ക് അഭിമാനിക്കാം. വി ഇന്ത്യൻസ് ആർ പ്രൗഡ് ഓഫ് ദ വാരിഡ് ഹെറിറ്റേജ് ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ കുറേ വൈവിധ്യപൂർണമായ പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ദ ഡൈവേഴ്സിറ്റി ഇൻ എൻ്റയർ ലാംഗ്വേജ്, ട്രഡീഷൻ എക്സെട്ര മേക്സ് ഇന്ത്യ യൂണിക്. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ കുറേ ഡൈവേഴ്സിറ്റി ഉണ്ട്. ആ ഡൈവേഴ്സിറ്റി ഒക്കെ കാരണത്താൽ തന്നെയാണ് ഇന്ത്യനെ മറ്റു രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ വേറിട്ട് നിൽക്കുന്നത്, യുണീക്ക്. അതുകൊണ്ടാണ് പറയാൻ കാരണം. This diversity is also evident in physiography, climate, vegetation, lifestyle, etc. ഈ ഡൈവേഴ്സിറ്റി ട്രഡീഷനിലും ലാംഗ്വേജിലും മാത്രമല്ല, ഫിസിയോഗ്രാഫി, ക്ലൈമറ്റ്, വെജിറ്റേഷൻ, ലൈഫ് സ്റ്റൈൽ, ഞാൻ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, എക്സെട്ര. Amidst this diversities, the Indians live united like siblings, breaking the barriers of കാസ്റ്റ്, റിലീജിയൻ ആൻഡ് ലാംഗ്വേജ്. നമ്മൾ ഇന്ത്യൻസ് എങ്ങനെയാണ്? സഹോദരന്മാരുടെ പോലെ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അതേപോലെ തന്നെ ജാതി, മത, വർണ്ണ വ്യത്യാസങ്ങളുടെ എല്ലാ അതിരുകളും തകർത്തിട്ട് നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ മതങ്ങളൊന്നും നോക്കിയിട്ടൊക്കെയാണോ നമ്മൾ അത് മുസ്ലിമാണ് അല്ലെങ്കിൽ അത് ഹിന്ദുവാണ് നമ്മൾ അവരോട് സംസാരിക്കാൻ പാടില്ല, അത് ക്രിസ്ത്യനാണ്, അത് ഇന്നതാണ്, നമ്മൾ അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് ഈ താഴ്ന്ന ജാതിക്കാരനെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുന്നുണ്ടോ? ഇല്ല. അതുപോലെ നമ്മൾ ഡൈവേഴ്സിറ്റി ഏതിലൊക്കെയുള്ളത്? ലാംഗ്വേജിലെന്ന് പറഞ്ഞു. ചില സ്ഥലങ്ങളിൽ മറാത്തി, ചില സ്ഥലങ്ങളിൽ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ഉറുദു, കന്നഡ, പല ഭാഷകളും സംസാരിക്കുന്നുണ്ട്. ദിസ് ചാപ്റ്റർ വിൽ ഹെൽപ്പ് യു ടു നോ മോർ അബൌട്ട് ദ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. അതായത് ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഇന്ത്യയുടെ കൂടുതൽ പ്രത്യേകതകളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ കൂടുതൽ പ്രത്യേകതയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നല്ല അറിയേണ്ടത്. എല്ലാവർക്കും അറിയാൻ ആകാംക്ഷ ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം. ഇന്ത്യ, ലൊക്കേഷൻ ആൻഡ് നൈബറിംഗ് കൺട്രീസ്. We have earlier discussed the continents.
Can you identify the continent to which India belongs? ഇന്ത്യ ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്, കോണ്ടിനെൻറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യ അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഓഷ്യൻസ് എന്ന് പറഞ്ഞാൽ 6th ലെസണിൽ. ഫൈൻഡ് ഔട്ട് ഇന്ത്യാസ് നൈബറിങ് കൺട്രീസ് ഫ്രം ദ മാപ്പ് ഓഫ് ഏഷ്യ. ഏഷ്യയുടെ മാപ്പിൽ നിങ്ങൾക്ക് ഇന്ത്യയുടെ നൈബറിങ് കൺട്രീസ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഏതൊക്കെയാണ്? യെസ്, ചൈന, പാകിസ്ഥാൻ, ഭൂട്ടാൻ, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ ആൻഡ് ശ്രീലങ്ക. ഇതൊക്കെയാണ് ഇന്ത്യയുടെ നൈബറിങ് കൺട്രീസ്. Have you noticed the ocean to the south of India on the map of India? ടെക്സ്റ്റിൽ അപ്പുറത്തെ പേജിലൊരു മാപ്പ് കൊടുത്തിട്ടില്ല. അവിടെ നമുക്കൊരു താഴ്ഭാഗത്ത്, സൗത്ത് ഭാഗം ഇവിടെയാണ് താഴ്, ആ താഴ്ഭാഗത്ത് ഇന്ത്യയുടെ സൗത്ത് ഭാഗത്ത് ഒരു ഓഷ്യൻ കാണാൻ പറ്റുന്നില്ലേ? അതെന്താണ്? യെസ്, ദിസ് ഈസ് ദ ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ മഹാസമുദ്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. The part of the ocean to the east of India is known as Bay of Bengal. ഇനി ആ ഇന്ത്യൻ ഓഷ്യൻ്റെ ഈസ്റ്റ് സൈഡിൽ, നമ്മുടെ ഈസ്റ്റ് ഭാഗമാണ് ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗം. ഏതാ? അവിടെ നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാനായിട്ട് സാധിക്കുന്നത്? യെസ്, ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് ബേ ഓഫ് ബംഗാൾ, അത് ഇന്ത്യൻ ഓഷ്യനുമായി ബന്ധപ്പെട്ടുള്ള ഒരു സീ ആണ്. ആൻഡ് ദാറ്റ് ടു ദ വെസ്റ്റ് ഈസ് നോൺ ആസ് അറേബ്യൻ സീ. നിങ്ങൾ ഇന്ത്യയുടെ വെസ്റ്റ് സൈഡ് ഒന്ന് നോക്കിയാൽ എന്താ കാണാൻ പറ്റുന്നത്? യെസ്, വി ക്യാൻ സീ അറേബ്യൻ സീ. ഓക്കെ, ഇപ്പം നമ്മൾ ഇന്ത്യയുടെ ലൊക്കേഷനും നൈബറിങ് കൺട്രീസും കണ്ടു. ഇനി നമുക്ക് ഇന്ത്യയിലുള്ള സ്റ്റേറ്റ്സ്, അവയുടെ ക്യാപിറ്റല്, യൂണിയൻ ടെറിട്ടറീസ്, ഇതൊക്കെ നമുക്ക് നോക്കാം. For administrative conveniences, India is divided into 29 states. അതായത് ഇന്ത്യനെ 29 സ്റ്റേറ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം 28 സ്റ്റേറ്റ് എന്നായിരുന്നു നമ്മുടെ ടെക്സ്റ്റിലൊക്കെ, ചിലവരുടെ ടെക്സ്റ്റിലൊക്കെ 28 എന്നായിരിക്കാം. അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് 29 എന്നാക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം എന്ന് നിങ്ങൾക്കറിയോ? നമുക്ക് നോക്കാം. ഓൺ 2014 June, Andhra has been divided into 2 states, namely Seemandra and Telangana. അതായത് 2014 ജൂൺ സമയത്ത് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിനെ 2ആയിട്ട് തിരിച്ചു. എങ്ങനെയാണ്? 2 സ്റ്റേറ്റായിട്ട് തിരിച്ചു. സീമേന്ദ്ര എന്നും തെലങ്കാന എന്നും തിരിച്ചു. അതിനുശേഷം തെലങ്കാനയെ ആന്ധ്രാപ്രദേശിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് അതിനെ വേറൊരു സ്റ്റേറ്റ് ആക്കിയിട്ട് മാറ്റി. അപ്പോൾ തെലങ്കാന എന്ന് പറഞ്ഞ പുതിയ സ്റ്റേറ്റ് വന്നതുകൊണ്ടാണ് 29 സ്റ്റേറ്റ് ആയത്. 28 29ലേക്ക് മാറിയത്. ഇനി ബാക്കിയുള്ള ഭാഗത്തിന് നമുക്ക് ആന്ധ്രാപ്രദേശ് എന്നോ സീമാന്ധ്ര എന്നോ അതേപോലെ വേറൊരു അങ്ങനെ വിളിക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കോസ്റ്റൽ ആന്ധ്ര എന്നോ രായല സീമ എന്നും നമുക്ക് വിളിക്കാം. അങ്ങനെയും പറയുന്നുണ്ട്. The administrative quarters of each state is known as state capital. ഓരോ സ്റ്റേറ്റിനും ഒരു ഹെഡ് ക്വാർട്ടർ ഉണ്ട്, അതായത് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ക്വാർട്ടർ ഉണ്ട്. ഓരോ സ്റ്റേറ്റിനും ഉണ്ട്, എല്ലാ സ്റ്റേറ്റിനും ഉണ്ട്. അപ്പോൾ അതിനെ വിളിക്കുന്നതാണ് സ്റ്റേറ്റ് ക്യാപിറ്റൽ. ഇപ്പോൾ കേരളത്തിൻ്റെ ക്യാപിറ്റൽ, സ്റ്റേറ്റ് ക്യാപിറ്റൽ, നമ്മുടെ കേരളം എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് ആണ് അല്ലേ? ആ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ ഏതാ? തിരുവനന്തപുരം. തമിഴ്നാടിൻ്റെ ചെന്നൈ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്കൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, ഇന്ത്യയുടെ മാപ്പ്. അതിൽ നിന്ന് നമ്മൾ ഇന്ത്യയുടെ 29 സ്റ്റേറ്റ്സും അതേപോലെ തന്നെ ക്യാപിറ്റൽ സിറ്റീസും കണ്ടുപിടിക്കണം. ഡൽഹി ഈസ് ദ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി. ഇന്ത്യയുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ഡൽഹിയാണ്. അത് മൊത്തമായിട്ട് ന്യൂഡൽഹിയാണ് നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി. ഇനി നമുക്ക് ആ മാപ്പ് നോക്കിയിട്ട് 29 സ്റ്റേറ്റ്സ് അവരുടെ ക്യാപിറ്റലൊന്നും പഠിച്ചാലോ? അത് നിങ്ങൾ പഠിക്കണം. 29 സ്റ്റേറ്റ്സും അവയുടെ ക്യാപിറ്റലും തെറ്റാതെ നിങ്ങൾ പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ് ജമ്മു ആൻഡ് കാശ്മീർ. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്. അതിൻ്റെ ക്യാപിറ്റലോ ശ്രീനഗർ. സെക്കൻഡ് ഹിമാചൽ പ്രദേശാണ് നമുക്ക് രണ്ടാമതായിട്ട് കാണാൻ സാധിക്കുക. അതിൻ്റെ സിംല. പഞ്ചാബ് ചണ്ഡീഗഡ്. ഹരിയാന ചണ്ഡീഗഡ് തന്നെയാണ്. ന്യൂഡൽഹി ഡൽഹി. അതേപോലെ ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ. ഉത്തർപ്രദേശ് ലക്നൗ. രാജസ്ഥാൻ ജയ്പൂർ. ഗുജറാത്ത് ഗാന്ധിനഗർ. മധ്യപ്രദേശ് ഭോപ്പാൽ. മധ്യപ്രദേശ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഭോപ്പാൽ, അതിൻ്റെ ക്യാപിറ്റൽ. ബീഹാർ പട്ന. സിക്കിം ഗാംഗ്ടോക്ക്. ദെൻ അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ. നാഗാലാൻഡ്. ദെൻ മഹാരാഷ്ട്ര മുംബൈ. കർണാടക ബാംഗ്ലൂർ. ഗോവ പനജി.
കേരള തിരുവനന്തപുരം, തമിഴ്നാട് ചെന്നൈ, ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ്, ഒഡീസ ഭുവനേശ്വർ, ഛത്തീസ്ഗഡ് റയ്പൂർ, ജാർഖണ്ഡ് റാഞ്ചി, വെസ്റ്റ് ബംഗാൾ കൊൽക്കട്ട, ദെൻ മണിപ്പൂർ ഇംപാൽ, മിസോറാം ഐഷവാൾ, ദെൻ മേഘാലയ ഷില്ലോങ്, നാഗാലാൻഡ് കോഹിമ, മണിപ്പൂർ ഇംപാൽ പാക് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങൾ ഈ 29 സ്റ്റേറ്റ്സും അവയുടെ ക്യാപിറ്റൽസും പഠിച്ചിരിക്കണം. ഞാൻ പറയാറുണ്ട് എല്ലാ മാപ്സും നിങ്ങൾ നല്ലോണം സ്റ്റഡി ചെയ്യണം, എക്സാമിന് വരണതാണ്. ഇന്ത്യയുടെ മാപ്പ് കൊടുക്കും, സ്റ്റേറ്റും കൊടുക്കില്ല ക്യാപിറ്റലൊന്നും കൊടുക്കാതെ ഇന്ത്യയുടെ മാപ്പ് നമുക്കൊരു പേപ്പറിൽ കൊടുക്കും. എന്നിട്ട് നമ്മളോട് പറയും ഇന്ന സ്റ്റേറ്റ് മാർക്ക് ചെയ്യാൻ പറയും, ഗുജറാത്ത് മാർക്ക് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഇത് മാർക്ക് ചെയ്യാൻ പറയും. കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കണം. മെയിനായിട്ട് സ്റ്റേറ്റാണ് മാർക്ക് ചെയ്യാൻ വരിക എന്ന് വെച്ചിട്ട് നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ പോരാ, അവരുടെ ക്യാപിറ്റലും പഠിക്കണം. ഇനി നമുക്ക് ലക്ഷദ്വീപും അറേബ്യൻ സീയും ബേ ഓഫ് ബംഗാളും ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സും ആ മാപ്പിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യനും ശ്രീലങ്കയും ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആ മാപ്പിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നില്ലേ? ഇനി നമുക്ക് അവിടെ ഇൻ്റർനാഷണൽ ബൗണ്ടറിന്നും സ്റ്റേറ്റ് ബൗണ്ടറിന്നും സ്റ്റേറ്റ് ക്യാപിറ്റലിനും നാഷണൽ ക്യാപിറ്റലിനും കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ക്യാപിറ്റലിൻ്റെ കുഞ്ഞ് ഡോട്ട് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിൻ്റെയും ക്യാപിറ്റലാണ് ഉദ്ദേശിക്കുന്നത്. വലിയ ഡോട്ട് ഡൽഹി, നാഷണൽ ക്യാപിറ്റൽ ഡൽഹി. സ്റ്റേറ്റ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റ് കഴിയുമ്പോഴുള്ള ബൗണ്ടറിയാണത്. ഓരോ സ്റ്റേറ്റ് കഴിയുമ്പോഴും എല്ലാ സ്റ്റേറ്റിനുണ്ട് ബൗണ്ടറി. ഇൻ്റർനാഷണൽ ബൗണ്ടറി എന്ന് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങളുള്ള സ്ഥലത്ത് പാകിസ്ഥാൻ, ചൈന അവിടെ ഇവിടെ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ അവരുള്ള ഭാഗങ്ങളാണ് ഇൻ്റർനാഷണൽ ബൗണ്ടറി. അതായത് രാജ്യത്തിൻ്റെ അതിർത്തി എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഇന്ന സ്റ്റേറ്റിൻ്റെ അതിർത്തി. അപ്പോൾ മാപ്പുകൾ പഠിച്ചിരിക്കണം, എക്സാമിന് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് മറ്റ് ഭാഗങ്ങളിലേക്ക് നോക്കാം. യൂണിയൻ ടെറിട്ടറീസ് നോക്കാം. നമുക്കിനി യൂണിയൻ ടെറിട്ടറീസ് നോക്കാം. അതർ ദാൻ ദി സ്റ്റേറ്റ്സ്, അതായത് ഈ സ്റ്റേറ്റ്സ് അല്ലാതെ എന്തുണ്ട്? ദർ ആർ യൂണിയൻ ടെറിട്ടറീസ് ഇൻ ഇന്ത്യ. അവിടെ 6 എന്ന് കൊടുത്തവരുള്ളവരൊക്കെ അത് വെട്ടിക്കോ, 6 അല്ല, ചേഞ്ച് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ചേഞ്ച് വന്നത് ഞാൻ പറഞ്ഞുതരാം. ദേ ആർ പുതുച്ചേരി, അതായത് നമുക്ക് പുതുച്ചേരിയാണ് നമുക്ക് പോണ്ടിച്ചേരി എന്ന് പറയാം. പോണ്ടിച്ചേരി എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്, ഇപ്പോൾ അതിനെ പറയുന്നത് പുതുച്ചേരി എന്നാണ്. ഡാമൻ ആൻഡ് ഡിയു, ദാദ്ര ആൻഡ് നഗർ ഹവേലി. ഡാമൻ ആൻഡ് ഡിയു, ദാദ്ര ആൻഡ് നഗർ ഹവേലി കോമയിട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം അത് കോമയല്ല. എന്താണെന്ന് വെച്ചാൽ ഡാമനും ഡിയും ദാദ്രയും നാഗർ ആൻഡ് ഹവേലിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ 2 യൂണിയൻ ടെറിട്ടറീസിനെ ഒന്നാക്കി ഒരു സിംഗിൾ യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റി. അപ്പോൾ ഒരുമിച്ച് പറയുമ്പോൾ ഡാമൻ ആൻഡ് ഡിയു, ദാദ്ര ആൻഡ് നാഗർ ഹവേലി, അത് ഒരുമിച്ച് വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പം മനസ്സിലായില്ലേ? അത് ഒരുമിച്ചാക്കി അതിനെ സിംഗിളായിട്ടുള്ളൊരു യൂണിയൻ ടെറിട്ടറി മാറ്റി. അടുത്ത് ചണ്ഡീഗഡ്, പിന്നെ ലക്ഷദ്വീപ്, പിന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ഇനി അഡീഷൻ ഇതിലായി നിങ്ങൾ 2 യൂണിയൻ ടെറിട്ടറീസോടെയും കൂടുതൽ ചേർക്കണം. ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക്. അത് 31 ഒക്ടോബർ 2019 എന്താണ് ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്ക് എന്ന് പറഞ്ഞാൽ പുതിയ 2 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അത് വന്നു, അപ്പോൾ അത് കൂടാണ് ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് 7 യൂണിയൻ ടെറിട്ടറീസ് എന്ന് നമുക്ക് പറയാം. ഡാമൻ ആൻഡ് ഡിയു, ദാദ്ര ആൻഡ് നഗർ ഹവേലിനെ ഒന്നാക്കി. അത് ഒരുമിച്ചിട്ട് വേണം പറയാൻ. ഓക്കെ, ഇന്ത്യാസ് ഫിസിയോഗ്രാഫി. നമ്മൾ കേരളത്തിൻ്റെ ഫിസിയോഗ്രാഫി പഠിച്ചതുപോലെ ഇന്ത്യക്കുണ്ട് ഫിസിയോഗ്രാഫി. ദർ ആർ ഡിഫറെൻറ്റ് ലാൻഡ് ഫോംസ് ലൈക്ക് മൗണ്ടെയ്ൻസ്, പ്ലാറ്റ്യൂസ്, പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ് ഓൺ ദി എർത്ത്. എർത്തിൽ എന്തൊക്കെയുണ്ട്? ഭൂമിയിലെ മൗണ്ടെയ്ൻസ് ഉണ്ട്, പലതരത്തിലുള്ള മൗണ്ടെയ്ൻസ് ഉണ്ട്, പ്ലാറ്റ്യൂസ് ഉണ്ട്, പ്ലെയിൻസ് ഉണ്ട്, പല പല ഐലൻഡ്സ് ഉണ്ട്. സച്ച് ഫീച്ചേഴ്സ് ഓഫ് എ റീജിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ഇറ്റ്സ് ഫിസിയോഗ്രാഫി. ഈ പല പല ലാൻഡ് ഫോമുകൾ, മൗണ്ടെയ്ൻസ്, പ്ലാറ്റ്യൂ, ഐലൻഡ്സ് ഇതൊക്കെ ചേരുമ്പോഴാണ് ഒരു സ്ഥലത്തിൻ്റെ ഫിസിയോഗ്രാഫിയെ പൂർണ്ണമാവുന്നത്. ഇന്ത്യക്കുണ്ട് ഇതേപോലത്തെ ഫിസിയോഗ്രാഫി. ദ ഫിസിയോഗ്രാഫി ഓഫ് ഇന്ത്യ ഈസ് ഡൈവേഴ്സ് വിത്ത് മൗണ്ടെയ്ൻ റേഞ്ചസ്. പല പല മൗണ്ടെയ്ൻ നിരകളുണ്ട്. പ്ലെയിൻസ്, ഇൻഡോ ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിനാണ് അതിൽ മെയിൻ പ്ലെയിൻ. വാസ്റ്റ് പ്ലാറ്റ്യൂസ് ഡെക്കാൻ പ്ലാറ്റ്യൂ, അങ്ങനെ പല പല പ്ലാറ്റ്യൂകളുണ്ട്. ഡെക്കാൻ പ്ലാറ്റ്യൂണ് നമ്മുടെ അവിടുത്തെ വരുന്നത്. ഡെസേർട്ട്, ടാർ ഡെസേർട്ട് നമ്മുടെ അവിടുത്തെ. കോസ്റ്റൽ, നമുക്ക് വലിയൊരു കോസ്റ്റൽ പ്ലെയിൻസ് തന്നെയുണ്ട്. അതേപോലെ തന്നെ ഐലൻഡ്സ് നമുക്ക് ഏതൊക്കെയാണ് ഐലൻഡ്? ലക്ഷദ്വീപ് ഐലൻഡും ആൻഡമാൻ നിക്കോബാർ ഐലൻഡും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏതൊക്കെയാണ്? മൗണ്ടെയിൻ റേഞ്ചസ്, പ്ലെയിൻസ്, വാസ്റ്റ് പ്ലാറ്റ്യൂസ്, ഡെസേർട്ട്സ് ആൻഡ് കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. നമുക്ക് ഈ ഓരോ
ഫിസിയോഗ്രഫി, ഇന്ത്യയുടെ ഓരോ ഫിസിയോഗ്രഫിനെ കുറിച്ചും വിശദമായിട്ട് പഠിക്കേണ്ട. അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൗണ്ടെയിൻ റേഞ്ചസ്, അതായത് മൗണ്ടെയിൻസ് ഇൻ ഇന്ത്യ. ഓരോ ഫിസിയോഗ്രാഫിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൗണ്ടെയിൻ റേഞ്ചസ് ആണ്. നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ഓരോ ഫിസിയോഗ്രാഫി ഏതൊക്കെയാണ് നമ്മൾ കണ്ടു. ആ ഓരോന്നിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ആദ്യം നമുക്ക് മൗണ്ടെയിൻസ് ഇൻ ഇന്ത്യ നോക്കാം. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. ഈ വീഡിയോയിൽ ഇന്ത്യയിലുള്ള കുറച്ച് മൗണ്ടൻസ്, ഒരു 50 മൗണ്ടൻസ് പറഞ്ഞാൽ ഒരു പർവ്വതനിരകൾ, മൗണ്ടെയിൻ റേഞ്ചസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അവിടെ കൊടുത്തിട്ടുണ്ട് കാഞ്ചൻജംഗ, അതേപോലെ ഹിമാലയ റേഞ്ചിൽ പെട്ട ഒരു മൗണ്ടെയിൻ. ഹിമാലയ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലുതാണിത്. ആ ഹിമാലയൻ റേഞ്ചിലുള്ള മൗണ്ടൻസാണ് ഈ ആരവല്ലി, വെസ്റ്റേൺ ഘട്ട്, ഈസ്റ്റേൺ ഘട്ട്, വിന്ധ്യ റേഞ്ചസ്, സത്പുര റേഞ്ചസ്, അങ്ങനെയുള്ള കുറേത്. ഇത് ഹിമാലയനെക്കാട്ടും ഹൈറ്റിൽ ഇത്തിരി കുറവുള്ളവരാണ് ഇവരൊക്കെ. അല്ലാതെയും കുറേ മൗണ്ടെയിൻ റേഞ്ചസ് ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളതൊന്ന് എഴുതിയെടുക്കുക. ഓക്കെ, 50 ഇവിടെ കൊടുത്തിട്ടുള്ളൂ. നിങ്ങളതൊക്കെ ഒന്ന് കാണുക. നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഒന്ന് എഴുതിയെടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലാണ് മൗണ്ടൻസ് പഠിക്കും. അതുപോലെ നമ്മൾ പറഞ്ഞു പ്ലാറ്റ്യൂ, ഡെസേർട്ട്, കോസ്റ്റൽ പ്ലെയിൻസ്, ഐലൻഡ്, ഇതൊക്കെ ഇന്ത്യയുടെ ഫിസിയോഗ്രാഫിക്ക് ഒരു ഭംഗി വരുത്തുന്നുണ്ട്. അവയെക്കുറിച്ച് നമ്മൾ പഠിക്കും കേട്ടോ. സോ എ പാർട്ട് ഓഫ് ദി ഹിമാലയാസ്, ദ ലോഫ്റ്റിയസ്റ്റ് മൗണ്ടെയിൻ റേഞ്ച് ഇൻ ദ വേൾഡ് ബിലോങ്സ് ടു ഇന്ത്യ. അതായത് ഹിമാലയയുടെ ഒരു ഭാഗം, ഹിമാലയ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഫ്റ്റിയസ്റ്റ് മൗണ്ടെയിൻ റേഞ്ച് ആണ്. ലോകത്തിൽ വെച്ച് ഏറ്റവും ലോഫ്റ്റിയസ്റ്റ് മൗണ്ടെയിൻ റേഞ്ച് ആണ്. അത് ഇന്ത്യക്കാണ് അവകാശം. ദ അതർ മേജർ മൗണ്ടെയിൻ റേഞ്ചസ് ഇൻ ഇന്ത്യ ആർ ഇനി മറ്റ് മേജർ മൗണ്ടെയിൻ റേഞ്ചസ് ഏതൊക്കെയാണ്? ആരവല്ലീസ്, ദ വെസ്റ്റേൺ ഘട്ട്, ദ ഈസ്റ്റേൺ ഘട്ട്, ദ വിന്ധ്യ റേഞ്ചസ് ആൻഡ് ദ സത്പുര റേഞ്ചസ്. ഇതും ഇന്ത്യക്ക് തന്നെയാണ് പെടുന്നത്. അത് പഠിച്ചു വയ്ക്കണം കേട്ടോ. ദേ ആർ കമ്പാരിറ്റീവ്ലി ലോവർ ദാൻ ദി ഹിമാലയാസ് ഇൻ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ അവർ ചെറിയ ഹൈറ്റിന് കുറച്ച് വ്യത്യാസമുണ്ട് ഹിമാലയനെ വെച്ച് നോക്കുമ്പോൾ. എ നമ്പർ ഓഫ് റിവേഴ്സ് ഒറിജിനേറ്റ് ഫ്രം ദിസ് മൗണ്ടെയിൻ റേഞ്ചസ്. ഈ ഒരു മൗണ്ടെയിൻ റേഞ്ചസിൽ നിന്ന് ധാരാളം റിവേഴ്സ് ഉത്ഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇന്ന് ഇവിടം വരെയാണ് എടുക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, അതായത് പാർട്ട് 2. അപ്പോൾ നിങ്ങൾക്ക് ഇവിടം വരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിന് മുമ്പ് ഇന്നടുത്ത ഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടേ. ഇന്നടുത്ത ഭാഗത്ത് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരേണ്ടത്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ലെസൺ 11 അവർ ഇന്ത്യയിലെ പാർട്ട് 1. ഇന്നത്തെ ഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കോണ്ടിനെൻറ്റ് വിച്ച് ഇന്ത്യ ബിലോങ്സ്. ഏതാണ്? ഏഷ്യ ഈസ് ദ കോണ്ടിനെൻറ്റ് വിച്ച് ഇന്ത്യ ബിലോങ്സ്. വിച്ച് ആർ ദി നൈബറിംഗ് കൺട്രീസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ തരണമല്ലോ. ചൈന, പാകിസ്ഥാൻ, ഭൂട്ടാൻ, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ശ്രീലങ്ക. ഇത് പാർട്ട് 1ൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. പാർട്ട് 2, പാർട്ട് 3യുടെ എടുക്കുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആ വീഡിയോയിൽ തന്നെ തരുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഇന്ത്യൻ ഓഷ്യൻ, ബേ ഓഫ് ബംഗാൾ ആൻഡ് അറേബ്യൻ സീ. അതിൻ്റെ ഉത്തരം, ഇന്ത്യൻ ലൊക്കേഷൻ ആൻഡ് നൈബറിംഗ് കൺട്രീസിലെ ദ ഓഷ്യൻ ടു ദ സൗത്ത് ഓഫ് ഇന്ത്യ ഈസ് ഇന്ത്യൻ ഓഷ്യൻ. The part of the ocean to the east of India is known as the Bay of Bengal, and that to the west is known as the Arabian Sea. Then the next question, 29 states and their capitals. ആ മാപ്പ് നിങ്ങൾ സ്റ്റഡി ചെയ്യണം. ഇന്ത്യയുടെ ഈ ഒരു പൊളിറ്റിക്കൽ മാപ്പ് നിങ്ങൾ സ്റ്റഡി ചെയ്യണം. ഇന്ന സ്ഥലം കാണിച്ചിട്ട് എന്താണ് അതിൻ്റെ ക്യാപിറ്റൽ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സ്റ്റേറ്റിൻ്റെ പേര്, അല്ലെങ്കിൽ മാർക്ക് ചെയ്യൂ, ഈ മാപ്പിൽ എവിടെയാണ് ജമ്മു കാശ്മീർ, അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മാപ്പ് നിങ്ങൾ മൊത്തമായിട്ട് പഠിക്കണം. ഇന്ത്യാസ് പൊളിറ്റിക്കൽ മാപ്പ് ഇൻ യുവർ ടെക്സ്റ്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി. ഡൽഹി ഈസ് ദ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി. ആൻഡ് റൈറ്റ് ദ യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ. The union territories of India are Daman and Diu, Dadra and Nagar Haveli, Puducherry, Chandigarh, Lakshadweep, Andaman and Nicobar Islands, Jammu and Kashmir and Ladakh. ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്കും നമ്മുടെ ആദ്യം ടെക്സ്റ്റിൽ ഉണ്ടായിരിക്കാൻ വഴിയില്ല. അത് നിങ്ങൾ ആഡ് ചെയ്യണം. അത് 31 ഒക്ടോബർ 2019 പുതിയതായിട്ട് വന്ന 2 യൂണിയൻ ടെറിട്ടറീസ് ആണ്. ഓക്കെ, then the next question,
write a short note on the physiography of India. India physiography എന്ന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. The physiography of India is diverse with mountain ranges, plains, vast plateaus, deserts, coastal plains and islands. The next question, note on the topic mountains in India. A part of the Himalayas, the loftiest mountain range in world, belongs to India. The other major mountain ranges in India are the Aravallis, the Western Ghats, the Eastern Ghats, the Vindhya ranges and the Satpura ranges. They are comparatively lower than the Himalayas in height. A number of rivers originate from these mountain ranges. Then next question, what is known as state capital? എൻ്റെ പഴയ ടെക്സ്റ്റ് ആയതുകൊണ്ടാണ് ഓൺ 2014 ജൂൺ ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ സെൻറ്റൻസുകളൊന്നും ഇതിലില്ല. താഴെ ഞാൻ ആഡ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്തത്. ഇവിടെ 28 എന്നല്ല, അവിടെ നിങ്ങൾ എന്താക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എന്താണ് 29 ആക്കാനും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി സ്റ്റേറ്റ് ക്യാപിറ്റലിൻ്റെ ഉത്തരം, ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഈച്ച് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് സ്റ്റേറ്റ് ക്യാപിറ്റൽ. ഇത് ഈ ഒരു അടയാളപ്പെടുത്തിയതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, ദെൻ മേജർ മൗണ്ടൻ റേഞ്ചസിൻ്റെ പേര് ചോദിച്ചാൽ ആരവലീസ്, വെസ്റ്റേൺ ഘട്ട്, ഈസ്റ്റേൺ ഘട്ട്, വിന്ധ്യ റേഞ്ചസ് ആൻഡ് സത്പുര റേഞ്ചസ് എന്ന് എഴുതാം. നമ്മൾ ഓൾറെഡി മൗണ്ടൻസ് ഇന്ത്യ എന്ന ടോപ്പിക്കിൽ ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതങ്ങനെ ചോദിക്കുമ്പോഴും നിങ്ങൾ എഴുതാനായിട്ട് പറ്റണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.